കണ്ട കൂട്ടിയ നല്ല അടിപൊളി പൂരി കണ്ട നന്നായിട്ട് പൊങ്ങുന്നുണ്ടല്ലേ? ആണ് നല്ല അമ്പലി മാമനെ പോലെ തന്നെ ഇരിക്കുന്ന പൂരി. കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഹായ് കൂട്ടുകാരെ, ഷിജു സാറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ അങ്ങനെ അതെ ഞങ്ങൾ ഇന്ന് രാവിലെ കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ്. കാപ്പി ഞാൻ കുടിച്ചു തീർത്തത് ആണ്. സന്നി പിന്നെ അങ്ങനെ വെച്ചണ്ടിച്ച് നേരെ ഇരിക്കും. അപ്പൊ അതൊക്കെയാണ്. പിന്നെ ഇന്ന് എന്താന്ന് ചോദിച്ചെന്നാ നമ്മുടെ അവിടുത്തെ വീട്ടിലത്തെ പാചകം രാവിലെ വീട്ടിലത്തെ പാചകം എന്ന് വെച്ചാൽ നമ്മുടെ പൂരി, അടിപൊളി പൂരി ആണ്, കിഴങ്ങ് കറി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല അല്ലേ? അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, അടുക്കളോട്ട് പോകാം. കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ അമ്മ അതെ രാവിലെ തന്നെ ഹായ് മക്കളെ സവോള അരിയണം അല്ലേ? സവോളയും കിഴങ്ങ്, നമ്മുടെ പൂരിക്കുള്ള കിഴങ്ങ് അല്ലേ? പൂരിയും കിഴങ്ങ് കറി. അതെ. അപ്പൊ കണ്ട നമ്മുടെ ശരണ്യ ചായ കുടിച്ച് തീർന്നില്ലേ? കാപ്പി കുടിച്ച് ചൂടാണ്. ആഹാ, ഒപ്പം എടുത്ത ഞാനും കുടിച്ച്. ഭയങ്കര ചൂടാണ്, കുടിച്ച് നോക്ക്. അതെ. അപ്പൊ ഏതായാലും നമുക്ക് പൂരിയുടെ വീഡിയോയിലേക്ക് തന്നെ പോയേക്കാം. കിഴങ്ങ് കറി വെക്കണത് നമ്മൾ ഇത് മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നണം അല്ലേ? അതെ. അപ്പൊ പൂരി എന്ന് വെച്ചാൽ വെറും പൂരിയല്ല, നമ്മള് കടകളിൽ നിന്ന് മേടിക്കുന്ന മറ്റേ ബോള് പോലെ ഇരിക്കുന്ന. ഓ ശരണ്യ ബോള് പോലെയൊക്കെ കാണിച്ച കണ്ട. അതെ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളത് ഷോർട്സ് വീഡിയോ ചെയ്തതായിരുന്നു. അപ്പം എല്ലാവർക്കും അതിന് ഒത്തിരി സംശയങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കാണിക്കുന്നത്. നമ്മളിവിടെ ഇടയ്ക്ക് ചെയ്യുന്നതാണല്ലേ? കണ്ട കൂട്ടുകാരെ നമ്മുടെ അച്ഛൻ രാവിലെ തന്നെ ഇരുന്ന് പത്രം അരിച്ച് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ രാവിലെ എന്ന് പറയുമ്പോഴത്തേയല്ല, അച്ഛൻ വെളുപ്പിനെയൊക്കെ എവിടെയൊക്കെ പോയച്ചുമൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അച്ഛാ ഇന്ന് നമുക്ക് പൂരിയും കിഴങ്ങ് കറിയാണ് ഇണക്കണം. പക്ഷെ അച്ഛൻ ഇന്ന് അടുക്കള ചെയ്യാൻ വകുപ്പൊന്നുമില്ല. അത് അവർ ചെയ്യട്ടെ, കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ. അപ്പൊ എനിക്ക് പ്രവർത്തനമൊക്കെ നോക്കാം. അവര് നല്ല ആവശ്യമുള്ളപ്പോൾ വിളിക്കുക. അതെ, ശരണ്യെ വിളിക്കുക നേരെ. ശരി. എന്നാ നമുക്ക് രാവിലത്തെ കാര്യങ്ങളിലേക്ക് പോയേക്കാം. ശരി ശരി മക്കളെ. ശരണ്യ എവിടം വരെ നമ്മുടെ പൂരിയുടെ കാര്യം? ചപ്പാത്തി. അപ്പൊ കണ്ട കൂട്ടുകാരെ അങ്ങനെ കുറച്ച് ചപ്പാത്തിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറി എന്ത്? നമ്മുടെ കറിയാണ് കിഴങ്ങ് കറി. ആഹാ, അടിപൊളി കിഴങ്ങ് കറിയാണല്ലേ? സൂപ്പറാണ്. അതെ. പിന്നെ കൂട്ടുകാരുടെ ഒരു കാര്യം പറഞ്ഞില്ല, ഈ ചപ്പാത്തി എങ്ങനെയാണ്? ചപ്പാത്തി നമ്മൾ പരത്തിയതാണോ മേടിച്ചതാണോ? മേടിച്ച ചപ്പാത്തിയെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോ പൂരി പൊങ്ങത്തില്ല. അതെ, നമ്മള് അല്ലാതെ ഇവിടെ ചപ്പാത്തി എല്ലാ ദിവസവും നമ്മൾ ഇണക്കുന്ന ചപ്പാത്തിയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഇപ്പൊ ഇത് ഈ പൂരിയായിട്ട് പൊങ്ങണമെങ്കിൽ മേടിക്കണ ചപ്പാത്തി അതേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്, അല്ലാതെ ഇവിടെ സ്ഥിരം നമ്മൾ പരത്തിയാണ് എടുക്കുന്നത്. അപ്പൊ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കണ്ട, നല്ല അടിപൊളി എണ്ണയാണ്. നല്ല പാത്രമൊക്കെ അലുമിനിയം പാത്രമാണ്, ക്ഷമിക്കണം, മറ്റു പാത്രമൊന്നും കാണിച്ചിട്ടില്ല. അല്ല, ഈ പാത്രത്തിലെ ഇത് പൊങ്ങി വരുന്നുണ്ട്. ഇത്രയും വലിയ ചപ്പാത്തി പിന്നെ വലിയ ഉരുളി. അതെ അതെ, അതുകൊണ്ടാണ് ഈ പാത്രം. അപ്പൊ കൂട്ടുകാരെ ഇത് നല്ല അടിപൊളി അല്ലേ? എണ്ണയെന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മളുടെ ഇവിടെ മേടിക്കണം. നമ്മുടെ ഇവിടെ ഒരു മില്ലുണ്ട്, അവിടെ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ പരസ്യം പറയുകയല്ല, ഞാൻ അതിൻ്റെ പേര് പോലും പറയുന്നില്ല. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഇണക്കിയിട്ടൊക്കെ കാണിക്കാം അല്ലേ? കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ മൂത്തിട്ടുണ്ട്. അതെ, കയ്യൊക്കെ സൂക്ഷിക്കണം കേട്ടാ. ഇട്ടിട്ട് താത്തി കൊടുത്താൽ മതി അല്ലേ? കണ്ടാ കൂട്ടുകാരെ അങ്ങനെ അടിപൊളിയായിട്ടാണ് ഇത്. ഇത് എണ്ണ പുറമത്ത് ഒഴിച്ചു കൊടുത്താൽ വീർക്കും. ആഹാ, വീർക്കനുണ്ട്. ആ വീർത്തവിടെയൊക്കെ ഒന്ന് നെക്കിക്കൊടു.
ആ വീർത്തോണ്ട് നിക്ക്. മറിച്ചിട്. അല്ല ഇത്രയും വലിയ ചപ്പാത്തി ആകുമ്പോഴേ ആ നമുക്ക് ചായ ചെയ്യാൻ പറ്റത്തില്ല. അതെ അതെ. അപ്പൊ അതാണ് കണ്ടാ കൂട്ടുകാരെ, നല്ല അടിപൊളിയാണ്. കണ്ടാ എന്നെല്ലാം നമ്മള് കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഇരുവുണ്ട്. വേറെ ഒന്നുകൂടെ കാണിച്ചു തരാം കൂട്ടുകാരെ. അതെ, അടിപൊളി പൂരിയാണ്. നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വെളിച്ചെണ്ണ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ പാം ഓയിൽ അമ്മ ഇടാൻ പോവാണ്. അതെ അമ്മക്ക് പാലിച്ചിടണമെന്ന് പറഞ്ഞു. ഞാനിട്ട അതെ. നമുക്ക് അച്ഛനെ കൂടി വിളിക്കാം. അച്ഛൻ ഇതൊക്കെ ഭയങ്കര സന്തോഷം. ഭയങ്കര ഇഷ്ടമാണ്. ഇത് അമ്മ ഒന്ന് അച്ഛാ, അച്ഛൻ വരും. പാലിക്കാൻ പറ്റത്തില്ല അമ്മ. പപ്പടം ഇടണ പോലെ അങ്ങോട്ട് ഉള്ളിലായിട്ട് കയറ്റി ഇടാൻ താത്തി കൊടുത്താൽ മതി ഒറ്റടിക്ക്. അച്ഛനെ വിളി. ആ അമ്മ ചെന്ന് വിളിച്ചോ. ഞാൻ പാലിക്കാൻ പറ്റത്തില്ല. അതിന് മറിച്ചോ, പെട്ടെന്ന് മറിക്കുമ്പോ വീർത്തോളൂ. ആ പൊങ്ങട്ടെ പൊങ്ങട്ടെ. പൂരി ആ ഊരി പൊങ്ങുന്നില്ല. ശരണ്യയുടെ മുഖമൊക്കെ പോയാണ്. എന്റെ ഭംഗിയില്ല. പൊങ്ങുന്നുണ്ട്. അമ്മ അവിടെ ഒരു ചപ്പാത്തി ഇരിപ്പുണ്ട്. അതിനൊക്കെ ഞാൻ ആദ്യം ഇട്ട് നോക്കട്ടെ. ആ ഇതാണോ? അങ്ങനെ ശരണ്യതേ ചപ്പാത്തി അങ്ങോട്ട് ഇടാനായിട്ട് പോവുകയാണ് അടുത്തത്. ഓ അല്ല, പാത്രത്തിനേലും വലിയ ചപ്പാത്തിയാണ്. പിന്നെ എങ്ങനെ എണ്ണയൊക്കെ അതിൻ്റെ പുറത്തൊന്നും വന്നില്ല. കണ്ടാ കൂട്ടുകാര്, ആ എണ്ണ പോരാഞ്ഞിട്ടാണെന്നേ ചപ്പാത്തി ഈ പൂരി പൊങ്ങാത്തത്. അല്ല ഇത് എണ്ണയൊക്കെ കൂടുതൽ ചപ്പാത്തിയാണല്ലോ. അതെടുത്ത് ആണാണ്, അതാണ്. നമുക്ക് പരന്ന പാത്രത്തിലാക്കിയാലോ. പോകുന്നുണ്ടല്ലേ? കണ്ടാ കൂട്ടുകാരെ, പൊങ്ങി വരുന്നുണ്ട്. കണ്ടാ അടിപൊളിയാണ്. നമ്മളടുത്ത് പരുത്തി ഇടുമ്പോ പൊങ്ങത്തില്ലെന്ന്. ആ പക്ഷെ കടയിൽ നിന്ന് മേടിച്ചാലും പൊങ്ങുന്നില്ല. അതെ അതെ അതെ. അല്ല ഇത് പൊങ്ങുന്ന പിച്ചെണ്ണ കുടിക്കാ. ആ എണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോ അല്ല ഒരെണ്ണം ഞാൻ ഇട്ടിട്ട് ഒഴിക്കാം. അല്ല ഒരെണ്ണം ഞാൻ ഇടും. അല്ല ഒരെണ്ണം ഞാൻ ഇട്ടിട്ട് അല്ല ഒരെണ്ണം ഞാൻ ഇട്ടിട്ട് ഈ എണ്ണയിൽ പൊങ്ങുവന്ന് ഞാൻ നോക്കട്ടെ. എന്നാ അച്ഛൻ വീഡിയോ എടുക്ക്. എണ്ണ പോരാ. നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാൻ തന്നെ ഒരെണ്ണം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാൻ പോയി. എടുക്കുമ്പോ നല്ല ചപ്പാത്തി നോക്കി എടുക്കണ്ടേ? അതല്ല അതിന്റെ പ്രത്യേകത. ഇതെടുക്കാൻ പാടില്ല, തവിയല്ല. ഈ തവി എടുക്കാം. കണ്ടോ? സൂം ചെയ്തെടുത്തു വച്ചാ കണ്ടാ 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 കണ്ടാ. അതാണ് അടിപൊളി പൂരിയായി. കണ്ടാ സൂപ്പർ. കണ്ടാ ഇങ്ങനെയുണ്ട് നമ്മുടെ പൂരി. അടിപൊളിയാ. കണ്ടാ കണ്ടാ അടിപ്പം പൂരിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. സൂപ്പർ. തന്നെയാ. ഇങ്ങനെ അതങ്ങോട്ട് എടുത്ത് അടിപൊളി പൂരിയല്ലേ ശരണ്യ? എണ്ണ ഒഴിക്കണമെങ്കിൽ എണ്ണ ഒഴി. ഇങ്ങനെ തന്നെ ചെയ്യുക അല്ലേ? ഇന്നത്തെ എണ്ണ മൊത്തം തീർന്നിട്ടുണ്ട്. ഇന്ന് 1 കിലോ എണ്ണ മേടിക്കേണ്ടതിലാണ്. ആണോ? അപ്പൊ എണ്ണ ഒഴിക്കണേ. ഇതുപോലെ തന്നെ താത്തിപ്പൊക്കി എടുത്താൽ മതി. ശരണ്യ മാറി. ശരണ്യ മാറി കഴിഞ്ഞ് ആ അച്ഛനും കൊളാക്കി. എപ്പോഴും അച്ഛനാ ഇന്ന് സ്റ്റൈല് ചെയ്യുന്നത്. ഇന്ന് അച്ഛൻ കൊളാക്കിയിരിക്കുകയാണ് കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ അച്ഛൻ ചെയ്തിട്ടൊന്നും റെഡിയായില്ല. കണ്ടാ ഞാൻ പറഞ്ഞ എണ്ണ ഇച്ചിരി എങ്ങനെയുണ്ട് ശരണ്യ? എന്തോ ഷിജു ചെയ്തതല്ലേ ശരി? കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ഇടുക ആരാണ് ഏറ്റവും നല്ല പോലെ ചെയ്തതെന്ന്. ശരണ്യ ഒത്തിരി മാറി അങ്ങോട്ട് നിൽക്കുകയാണ്. എണ്ണയാണ്. എണ്ണ പരിപാടിയാണ്, ഇച്ചിരി സൂക്ഷിച്ച് നിൽക്കുന്നത് നല്ലതാണ്. അതെ. അപ്പൊ കണ്ട ഇതെന്നാന്ന് വെച്ചാ ചപ്പാത്തി തന്നെ ആയിപ്പോയല്ല. ചപ്പാത്തി പിന്നെ ചപ്പാത്തി അല്ല പിന്നെ അങ്ങനെയല്ലല്ലോ ഞാൻ ചെയ്തത്. ശരണ്യ ശരിയാ, കൈയൊക്കെ മാറ്റിക്കോ. കറക്റ്റ് അല്ലേ ശരണ്യ? ശരണ്യ മാറി നിന്നോ. എണ്ണ ഒഴിക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ച പൂരി ഇങ്ങനത്തെ അല്ല.
പിന്നെ എങ്ങനെയാണ് മുറിച്ചിടണം? മുറിച്ചിട്ട വലുത് വരും. മുറിച്ചിട്ട് വലുത് പിടിച്ചേന്. വേണ്ട മുറിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇട്ട് വീർപ്പിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഇട്ടോളാം. ഇപ്പൊ കണ്ടു ഇത് കാട്ടെ. ചട്ടകം തന്നെ എണ്ണ പോരായ്മ അല്ല ഇപ്പൊ കണ്ട ഷിജു ഇത് കണ്ട ഷിജു ഇട്ടതിന് വലുതായത് അല്ലെന്ന് പറയാൻ പറ്റുമോ? അടിപൊളിയാക്കിയ ഷിജു ആണോ? അമ്മ നെക്കി കൊടുക്കാം. അതൊക്കെ ഞാൻ ചെയ്തോളാം. എണ്ണ പൊട്ടി അതിന്റെ ഉള്ളിൽ അല്ല അങ്ങനെ നെക്കാനല്ലേ. ഇത് കണ്ട ഷിജു ഇപ്പൊ ഇട്ടേറ്റും വലുതല്ലേ സാധനം. അടിപൊളിയാണ് കേട്ടാ കൂട്ടുകാരെ. ഞാനെന്താ ഒരു കഴിക്കാൻ അന്നേരം ഇട്ടതേ എണ്ണ കുറവ്. സൂപ്പർ. ശരണ്യ പാവം അത് മാറി നിക്കണം. അതിന് മുൻകൈ എടുത്ത ശരണ്യ മാറി നിക്കുക. എന്താറിയോ എണ്ണ പ്രയോഗമാണ്. ശരിയാ കൂട്ടുകാരെ. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് കഴിക്കാനിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ട അച്ഛൻ്റെ പിന്നെ തേയിലക്കാപ്പിയാണ് അല്ലേ, കട്ടൻ കാപ്പി എന്നൊക്കെ പറയും. രാവിലെ ഒരു ചായ കുടിച്ച് പാലൊഴിച്ച് ചായ കുടിച്ച്. അതെ. ഇപ്പൊ പിന്നെ എപ്പോഴും നമ്മളങ്ങനെ അപ്പൊ അത് കാരണം കണ്ട അങ്ങനെ നമ്മുടെ പൂരിയൊക്കെ റെഡിയായത് അച്ഛന്റെ പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അമ്മയുടെ പാത്രത്തിൽ കണ്ട ശരണ്യ. അപ്പൊ ഇത് ആരാ ഒന്ന് കഴിച്ചു കാണിക്കണം? ശരണ്യാണ് ഇത് കഴിക്കുമെന്ന് പറയും. നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കറിയൊക്കെ എടുത്ത് നല്ല അടിപൊളി കിഴങ്ങ് കറിയാണ്. മസാല പൂരി മസാല. അപ്പൊ കണ്ട അങ്ങനെ ഇച്ചിരി കിഴങ്ങ് കറിയൊക്കെ അങ്ങോട്ട് വെച്ച് കണ്ടത് അമ്മയെ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് അടിപൊളിയാണ്. അതെ നേരാണ്. ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ ഒത്തിരി ഒന്നും പറഞ്ഞു നീട്ടുന്നില്ല. കാരണം ഞാനും വിശന്നിരിക്കുകയാണ്. എനിക്ക് കൂടി ഇനി എടുത്തു വെച്ചാ മതി. അപ്പൊ അതുകൊണ്ട് കേട്ടോ പാവപ്പെട്ട എനിക്ക് പാത്രം മാത്രമേ വെച്ചിട്ടുള്ളൂ. അതെ. പിന്നെ കൂട്ടുകാരെ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്ര വേള് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോക്ക് വരുന്നവരെ ബൈ.